എനിക്ക് ആദ്യമായിട്ട് പറ്റിയൊരു അബദ്ധമാണ്. ഞാൻ അവരെ വിശ്വസിച്ചു പോയി. ഏതൊരാളായാലും അങ്ങനെ കിട്ടും വിചാരിച്ചിട്ട് അയച്ചു പോലും. അങ്ങനെ അയച്ചത് ഞാൻ മാത്രല്ല കേട്ടോ, കുറെ ആള് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഓരൊക്കെ ഇപ്പം ഓരോ വീഡിയോക്ക് താഴെ അങ്ങനെ കമന്റ് ഇടുന്നുണ്ട്. പക്ഷെ എനിക്ക് അധികം ഒന്നും വേണ്ടില്ല, ഞാൻ 500 തന്നെ അങ്ങോട്ട് കിട്ടിയാൽ മതിയായിരുന്നു. മല്ലു ഫാമിലി അങ്ങനെ ഇപ്പൊ പുതിയ ഉടായ്പായിട്ട് വന്നേക്കണേണ്. അപ്പൊ ഇവരെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. മല്ലു ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു ടൈമിനകത്ത്, അതായത് ഒരു ടൈമിനകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നിറച്ച് ഈ ഫാമിലി വ്ളോഗുകളായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിനകത്ത് പൊട്ടി മുളച്ച് വന്നൊരു ചാനലാണിത്. അപ്പൊ ഈ ഒരു ചാനലിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു ടൈമിനകത്ത്, അതായത് ഈ മെയിനായിട്ട് കൊറോണ ടൈം ആ ഒരു ടൈമിനകത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഇതിന്റെ റീച്ചൊക്കെ പയ്യെ പയ്യെ കുറഞ്ഞു വന്ന്. കാര്യം ഫാമിലി വ്ളോഗുകൾ പൊതുവെ ആൾക്കാർക്ക് അതിനെ താല്പര്യം കുറഞ്ഞു വന്ന് ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഇവരുടെ വേറൊരു ട്രിക്ക് അങ്ങോട്ട് ഇറക്കി വരും. അതായത് ഈ ഫേക്ക് തംബ്നെയിലുകളും ഫേക്ക് ക്യാപ്ഷനുകളൊക്കെ ഇട്ടിട്ട് ഈ ആൾക്കാരെ പറ്റിക്കുന്ന രീതിക്ക്, അതായത് അവിടെ എന്തോ നടക്കാൻ പോകുന്നു, അതായത് ഞങ്ങൾ ഡിവോഴ്സ് ആവാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള രീതിക്കുള്ള തംബ്നെയിലുകളും ക്യാപ്ഷനുകളൊക്കെ ഇട്ടിട്ട് അതുവഴി ഇവർ കുറേ വ്യൂസ് ഉണ്ടാക്കി, വ്യൂവേഴ്സിനെ പറ്റിച്ചും അങ്ങനെയൊക്കെ കുറേ വ്യൂസ് ഇവരുണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിരുന്നിട്ട് ഭയങ്കര ന്യായീകരണമൊക്കെ ഉണ്ടായി. അപ്പൊ അതൊക്കെ ആ ഒരു ടൈമിനകത്തിലായി ഉടായ്പാണ്. ഇപ്പൊ നിലവിനകത്ത് ഇവർ വന്നേക്കുന്ന ഉടായ്പ എന്താന്ന് നോക്കണമെങ്കിൽ മെയിനായിട്ട് ഈ മല്ലു ഫാമിലിനകത്ത് സുജിനാണ് ഈ ഒരു ഉടായ്പായിട്ട് വന്നേക്കണം. അപ്പൊ പുള്ളി ഈ കഴിഞ്ഞ വിഷുവിന് പുള്ളിക്കാരൻ്റെ ഒരു QR കോഡ് അങ്ങനെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ മിക്ക സെലിബ്രിറ്റികൾ ഇടുന്ന കാണാറുണ്ട് ഈ QR കോഡ് ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഇട്ടോ എന്നുള്ള രീതിക്ക് QR കോഡുകൾ ഇടാറുണ്ട്. അപ്പൊ സുജിന് ഈ ഒരു സംഭവം ഇട്ടപ്പോഴത്തേക്ക് അധികാരം എന്നെ അങ്ങോട്ട് മൈൻഡ് ആക്കില്ല. പക്ഷേ സുജിന് ഈ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് അതായത് പൈസ ഇട്ട് കൊടുത്ത കുറച്ച് പേരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവില്ല, അതായത് ഇവരോട് അത്രയും സ്നേഹം മൂത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഇട്ട് കൊടുത്തവർക്കൊക്കെ ഡബിൾ ആയിട്ട് പൈസ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു സംഭവം എടുത്തിട്ട് പുള്ളിക്കാരെ സ്റ്റോറി ഇട്ട്. അപ്പൊ ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്കും നമ്മുടെ മലയാളികൾക്ക് മാത്രമല്ല മനുഷ്യന്മാർക്ക് പൊതുവേ ഒരു സാധനം ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു സാധനം അതായത് ഇരട്ടിപ്പിച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ അപ്പത്തേക്കും ചാടി വീഴും. ആ ഒരു സെയിം സംഭവം തന്നെ ഇവിടെ സംഭവിച്ചു. അതായത് സുജിന് ഈ ഒരു സ്റ്റോറി ഇട്ട് കൊടുത്തപ്പോൾ തന്നെ എല്ലാവരും അങ്ങോട്ട് കാശ് ഇട്ട് കൊടുക്കാൻ തുടങ്ങി. കാശിട്ട് അവസാനം ഒരു ടൈം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് സുജിന് ഒരു സ്റ്റോറി അങ്ങോട്ട് ഇട്ട്. ആ സ്റ്റോറി നമുക്ക് എന്താണെന്ന് നോക്കാം. വിഷു കൈനീട്ടം തിരിച്ചു കിട്ടിയില്ല സുജിനേട്ട എന്നും പറഞ്ഞ് ഇനി ആരും മെസ്സേജ് അയക്കണ്ട, എൻ്റെ ഫ്രണ്ട്സിനും മെസ്സേജ് അയക്കണ്ട, വിഷു കഴിഞ്ഞു, ഇനി അടുത്ത കൊല്ലം കാണാം, തിരിച്ചു കിട്ടിയവർക്ക് അടുത്ത കൊല്ലം വിഷുവിന് ഇട്ടു തരാം, തിരിച്ചു കിട്ടാത്തവർക്ക് അടുത്ത കൊല്ലം ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്ത് ഊള പരിപാടിയാണ് ഇവർ കാണിക്കുന്നത്. അതായത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അവരുടെ വ്യൂവേഴ്സിന്റെ കയ്യിൽ നിന്ന് അതായത് ഇങ്ങനെ ഡബിളാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പൈസ മേടിച്ചിട്ട് ആ പൈസ തിരിച്ചു കൊടുക്കാണ്ടുള്ള ഒരിത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ ഇതിലും നല്ലത് പിച്ചെടുത്ത് ജീവിക്കണതാണ്. ഇതിനും മാന്യത ഉണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം അത്രത്തോളം ഉള്ള പരിപാടിയാണ് ഇവരിവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഡയറക്റ്റ്ലി പൈസ മേടിച്ചിട്ടാണ് അവർ ഈ ഒരു സംഭവം കാണിക്കുന്നത്. പിന്നെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ ഇട്ട് കൊടുത്തവർക്ക് ആർക്കും ഇതിനെതിരെ എന്തെങ്കിലും കേസായിട്ടോ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. കാര്യം അവർ തന്നെയാണ് UPIയുടെ പ്രശ്നം. അതാണ് UPIയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് അതിനകത്ത് പൈസ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കൊണ്ട് അയാളുടെ പോക്കറ്റിൽ പൈസ വെച്ച് കൊടുക്കുന്ന പോലെയാണ്. നമ്മൾ കൊണ്ട് അയാളുടെ പോക്കറ്റിൽ പൈസ വെച്ച് കൊടുത്തിട്ട് നമ്മൾ കൊണ്ട് കേസ് കൊടുക്കുന്ന എന്ത് പരിപാടിയാണ്? അപ്പൊ ആ ഒരു സെയിം സംഭവം തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് ഇവർക്ക് എല്ലാവർക്കും പൈസ ഇട്ട് കൊടുത്ത് പക്ഷെ അത് അവർ തിരിച്ചു കൊടുക്കാണ്ട് വന്നപ്പോഴത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഇവരുടെ അതായത് ഈ മല്ലു ഫാമിലിയുടെ തന്നെ പഴയ ഒരു ദോസ്തായിട്ടുള്ള ഡ്രീം റൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട്. അപ്പൊ ആ ഒരു ചാനലിനെ പുള്ളിക്ക് ഇതേപോലെ മെസ്സേജ് ഞങ്ങൾ പൈസ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വിടാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു സംഭവം ഉണ്ടാവുന്നതിന് കുറെ നാൾ മുന്നേ തന്നെ ഈ ഡ്രീം റൈഡറും മല്ലു ഫാമിലിയായിട്ട് അടിച്ചു പിരിഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഈ ഒരു സംഭവം ഒന്ന് അറിയാണ്ടാണ് ഇവർ വന്നിട്ട് ഈ മെസ്സേജ് ഒക്കെ വിടുന്നത്. അപ്പൊ ഈ ഒരു മെസ്സേജ് ഒക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ ഡ്രീം റൈഡർ ഒരു പോസ്റ്റ് അങ്ങ് ഇട്ട്. അപ്പൊ ആ ഒരു പോസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതെന്ന് പറയുമ്പോഴത്തേക്കും ഞാനും മല്ലു ഫാമിലിയും തമ്മിൽ ഇപ്പോൾ യാതൊരു വിധ ബന്ധവും ഇല്ല എങ്കിലും സീസൺ ബസ് ഉള്ള ഉടായ്പുകളിൽ പലരും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഒരു ഫിനാൻസ് ഇഷ്യൂവിൽ എന്നെ പലരും കോണ്ടാക്ട് ചെയ്യുന്നു. നമ്മൾ അവരത്ര വലിയ ചാനൽ അല്ല. നമ്മൾ ഇടപെട്ടാൽ അവരുടെ തട്ടൻ ഫാൻസും മുണ്ടുപൊക്കി കാണിക്കും. ഞാൻ എന്തോ ചെയ്യാനാ, ഒരു കാലത്ത് സുഹൃത്തുക്കളായി പോയില്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഈ ഒരു സംഭവം ഇട്ട്. അപ്പൊ ഈ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞിട്ട് പുള്ളി അവിടെ നിർത്തിയില്ല. പുള്ളി എന്നിട്ട് ഇവർക്ക് അതായത് പുള്ളിക്ക് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പുള്ളിക്കാരൻ ഒരു ലൈവിനകത്ത് പറഞ്ഞു, പുള്ളി ലൈവ് ഇട്ടർ അതിനകത്ത് പറഞ്ഞു. അപ്പൊ നമുക്ക് ആ ലൈവിന്റെ കുറച്ച് പോർഷൻസും കൂടെ കണ്ടു. ആ ചേച്ചി എനിക്ക് അയച്ച വോയിസ്, എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച വോയിസ് അവർ വീണ്ടും ഞാൻ എന്നിട്ട് മാക്സിമം ഒഴിവാക്കാൻ നോക്കി. എൻ്റെ അടുത്ത് നമ്പർ ചോദിച്ചപ്പോൾ ഞാൻ നമ്പർ കൊടുത്തൊരു ഇഷ്യൂ ഉണ്ട്. ഞാൻ അവർ കോൺടാക്ട് സോൾവ് ചെയ്യാൻ നോക്കി, അതും നടന്നില്ല. ആ വോയിസ് ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. ഒരാൾക്ക്
അത്ര വിശ്വസിച്ചിട്ടതായിരുന്നു. ഓരോടുള്ള വിശ്വാസത്തിന് പുറത്ത് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും യൂട്യൂബർമാരെ വിശ്വസിക്കരുതെന്ന്. പക്ഷെ എനിക്ക് ആദ്യമായിട്ട് പറ്റിയത് അബദ്ധമാണ്. ഞാൻ അവരെ വിശ്വസിച്ചു പോയി. എന്റെ നമ്പർ ഉണ്ടെങ്കിൽ തരുമോ? അത്ര അർജന്റ് ആയതുകൊണ്ട് എനിക്ക് നല്ല ചീത്തയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് ഒരു ചൂടനാണ്. എന്താ ചെയ്യാ അറിയില്ല. എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. അവരോട് കരഞ്ഞ് കാല് പിടിച്ചിട്ടായിരുന്നു 500 രൂപ മതിയത്. ഞങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാ. ഓക്കെ, അപ്പൊ ഇവരുടെ 500 രൂപയാണ് പോയത്. ഇപ്പൊ ഇവർ ഇത് വന്ന് പറഞ്ഞതുകൊണ്ട്, ഇവർ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഈ ഒരു സംഭവം വന്നതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞത് അവരുടെ 500 രൂപ പോയത്. ഇതേപോലെ പൈസ പോയിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവര് പറയുന്നത് കേട്ടോ, അതായത് ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആണ്. ഇപ്പൊ അവരുടെ വീട്ടിനകത്ത് അവരുടെ ഭർത്താവ് ചൂടനാണ്, അതേപോലെ തന്നെ ഇപ്പൊ അവർ ജോലിക്ക് പോകുള്ള അവർക്ക് അമ്മ ഇട്ട് കൊടുത്തതാണെന്നൊക്കെയുള്ള രീതിക്കാണ് പറയുന്നത്. ഈ വിഷുവിന്റെ സമയത്ത് ഓരോരുത്തർ കൈനീട്ടം കൊടുക്കുന്ന അങ്ങനെയൊക്കെ കിട്ടിയേക്കണ പൈസ ആയിരിക്കും. അപ്പൊ ഈ ഒരു പൈസയൊക്കെ എടുത്തിട്ട് അത് മുക്കിയിട്ട് അവസാനം വന്നിട്ട് ഒരു എളിഞ്ഞ ചിരി ഇട്ടിട്ട് പോയ ആ സുജിന്ന് പറഞ്ഞവനുണ്ടല്ല, അവന് അതായത് ഇപ്പൊ യൂട്യൂബിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല രീതിക്കൊക്കെ പൈസ കിട്ടും. അതായത് ഇപ്പൊ ആ ഒരു ചാനൽ നോക്കുകയാണെങ്കിൽ 1 മില്യൺ പ്ലസ് വ്യൂസും പോട്ടെ, 1 മില്യൺ പ്ലസ് സബും, അതേപോലെ തന്നെ അത്യാവശ്യം കുറച്ച് രീതിക്കെങ്കിലും വ്യൂ ഒക്കെ ഇപ്പോഴും കയറുന്നുണ്ട്. അപ്പൊ അത്രയും ഈ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്. എന്നിട്ടാണ് പിന്നെ വന്നിട്ട് വ്യൂവേഴ്സിന്റെ അടുത്ത് ഇമാതിരി പരിപാടി കാണിച്ചിട്ട് പോകണം. ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം, അവരെ സമ്മതിക്കണം കേട്ടോ. ഇത് നമുക്ക് ഇതിന്റെ ബാക്കി നോക്കാം. ഏതൊരാളായാലും അങ്ങനെ കിട്ടും വിചാരിച്ചിട്ട് അയച്ചു പോകും. അങ്ങനെ അയച്ചത് ഞാൻ മാത്രല്ല കേട്ടോ, കുറെ ആള് പറ്റിക്കുന്നുണ്ട്. ഓരോക്കെ ഇപ്പം ഓരോ വീഡിയോക്ക് താഴെ അങ്ങനെ കമന്റ് ഇടുന്നുണ്ട്. പക്ഷെ എനിക്ക് അധികം ഒന്നും വേണ്ടില്ല. ഞാൻ 500 തന്നെ അങ്ങോട്ട് കിട്ടിയാൽ മതിയായിരുന്നു. 1000 ഒന്നും വേണ്ടിയില്ലേന്. എനിക്ക് എന്റെ ഹസ്ബൻഡിന് പ്രശ്നം ആയിക്കൊണ്ടല്ലേ എനിക്ക് അത് പോട്ടേന്ന് വെക്കാം, എന്നാലും വേണ്ടിയില്ലേന്. ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ ആകെയുള്ള പൈസയില്ലേ, എന്റെ ഒരു അത്യാഗ്രഹം കൊണ്ട് സംഭവിച്ചു. അത്യാഗ്രഹം അല്ല കേട്ടോ, കയ്യിൽ പൈസ ഒന്നും ഇല്ലായിട്ട്, വിഷുവാണ്, പിന്നെ ഹസ്ബൻഡിന് പണിയൊന്നും ഇല്ലായിട്ട് അങ്ങനത്തേതായിട്ട് ഞാൻ അയച്ചു പോയതാ. എന്റെ അമ്മ മോന് ഡ്രസ്സ് എടുക്കാൻ തന്ന പൈസയായിരുന്നു. ഡ്രസ്സ് വാങ്ങിക്കോളാൻ പറഞ്ഞ് തന്നായിരുന്നു. അയച്ചു തന്നിരുന്നു 500. ആ 500 അപ്പൊ അങ്ങനെ പോയി. നമ്പറില്ല, അതുകൊണ്ടാ. യൂട്യൂബർമാരോടുള്ള വിശ്വാസം തന്നെ പോയി. ഞാൻ എല്ലാ യൂട്യൂബ് ചാനലും കാണുന്ന ഒരാളാണ്. എന്റെ ഹസ്ബൻഡ് അന്നേ പറയായിരുന്നു അങ്ങനെയാന്ന്. പക്ഷെ നമ്മളാ ഒരു വിശ്വാസത്തില് ഓരോന്ന് കരുതിയിട്ടം തരൂ, ഇരട്ടി തരാൻ പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇതില് സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഈ കണ്ട ആളുകൾ മുഴുവൻ. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു പുള്ളിക്കാരി പറയുന്നത്. അതായത് 500 രൂപ പോയി 500 രൂപയെങ്കിലും തിരിച്ചിട്ട് തന്നിരുന്നെങ്കിൽ എന്നാണ് അവര് പറയുന്നത്. അപ്പൊ ഈ ഒരു സംഭവത്തിനകത്തൊക്കെ ഞാൻ പ്രൈമറിലി ഈ ഒരു കാണുന്ന വ്യൂവേഴ്സിനെ കുറ്റം പറയുള്ളൂ. കാര്യം അവർ എന്ത് കണ്ടിട്ടാണ് ഇപ്പൊ യൂട്യൂബിനകത്താണെങ്കിൽ ഇൻസ്റ്റയിനകത്താണെങ്കിൽ അതേപോലെ ഇപ്പൊ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനകത്താണെങ്കിൽ അവർ വന്നിട്ട് പലതും വിളിച്ചു പറയും. ആ പറയുന്നതൊക്കെ വിശ്വസിച്ചിട്ട് അതിനകത്ത് പൈസ ഇട്ട് കൊടുത്തെങ്കിൽ അതിനകത്ത് ഞാൻ ഇട്ട് കൊടുത്തവരെ മെയിനായിട്ട് ഞാൻ കുറ്റം പറയുള്ളൂ. കാര്യം അവരുടെ കയ്യിലിരിക്കുന്ന പൈസ അവർ എന്തിനാണ് കണ്ടവർ പറയുന്നതായിട്ട് ഇട്ട് കൊടുത്തത്? ചിലപ്പോൾ അവരോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇട്ട് കൊടുത്തത്. പക്ഷെ എന്താണെങ്കിലും അവരുടെ പൈസ ബാക്കിയുള്ള ഒരു സോഷ്യൽ മീഡിയനകത്ത് ജസ്റ്റ് ഒരു ഫോണിനകത്ത് കാണുന്ന ഒരാൾക്ക് ഇട്ട് കൊടുത്തതിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യൂല. അത് ഫസ്റ്റത്തെ കാര്യം. പക്ഷെ എന്ന് പറഞ്ഞ് ആ സുജിന് അത്ര നല്ലവനാണ് അങ്ങനെയൊന്നും ഞാൻ പറയൂല കേട്ടോ. കാര്യം അവൻ ചാൻസ് ചെറ്റത്തരം തന്നെയാണ്. അപ്പൊ ഈ സുജിന് ഈ ഒരു കാണിച്ച സംഭവത്തിന് ഇനി കുറെ പേര് വന്ന് കമന്റ് ബോക്സിനകത്തൊക്കെ ന്യായീകരിക്കുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് ആ ഒരു ഓരോ കമന്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവർ ആരെയും നിർബന്ധിച്ചിട്ടില്ല പണം നൽകാൻ. ഇട്ടവർക്ക് എല്ലാം ഇരട്ടിയായി അയാൾ പണം തിരികെ കൊടുക്കുന്നത് കണ്ട് ആർത്തി മൂത്ത് എല്ലാവരും വലിയ തുക ഇട്ടുകൊണ്ടിരുന്നു. അതിനിപ്പോ അയാൾ എന്ത് ചെയ്യാൻ പറ്റും? കഷ്ടം തന്നെ എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു? അതായത് വലിയ തുക, അതായത് ഇപ്പൊ ഇരട്ടിയായി കൊടുക്കും എന്ന് അവരെ കാണിച്ചു കഴിഞ്ഞാൽ അവർ വലിയ തുക ഇടൂന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് പുള്ളിക്കാരൻ ആ ഒരു സാധനം സ്റ്റോറി ഇട്ടത്. അപ്പൊ ഇത് കണ്ടിട്ടാണ് ആൾക്കാർ ഇട്ടത്. കാര്യം നിങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾക്കൊക്കെ ഇടുന്നത്, ഈ പൈസയൊക്കെ വന്ന് ഇടുന്നത്. എന്നിട്ട് ലാസ്റ്റ് ആർത്തി മൂത്തവരാണ് ഇടുന്നത്. കാര്യം എല്ലാവർക്കും അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ടാവും. കാര്യം മനുഷ്യന്മാരാണ്. ഇപ്പൊ പൈസ ഒരു ഇത്തിരി കിട്ടുമെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആരാണെങ്കിലും ചിലപ്പോൾ ഇട്ടുപോകും. അപ്പൊ ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ സുജിൻ എന്ന് പറഞ്ഞ അവൻ ചൂഷണം ചെയ്തിട്ട് അവൻ മുങ്ങിയിട്ട് ഇപ്പൊ അവിടെ നിന്ന് കിണിച്ചെണ്ടിരിക്കണത്. ഇനി അടുത്തൊരു കമന്റ് നോക്കുകയാണെങ്കിൽ ഡബിൾ ആയി പൈസ കിട്ടാൻ വേണ്ടി അല്ലേ കൊടുത്തത്? UPI സ്റ്റോപ്പായി പോയി, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. ഈ UPI സ്റ്റോപ്പായി പോയി എന്നൊക്കെ ഇവനോട് ആരാണോ പറഞ്ഞത്? അതായത് ഇതൊക്കെ ഒരുമാതിരി ന്യായീകരണങ്ങൾ
മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ UPA സ്റ്റോപ്പായി പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ, അതായത് ഇപ്പോൾ ഈ UPA സ്റ്റോപ്പായി പോയി ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് കിട്ടുതരാം അങ്ങനെ വല്ലതൊക്കെ അവർക്ക് പറയാമല്ലോ. പക്ഷെ അതൊന്നും അവർ പറഞ്ഞില്ല. ഇവിടെ നടക്കണതെന്ന് പറഞ്ഞാൽ പക്ക ഉടായ്പ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതിനായിട്ട് ഭയങ്കര രീതിക്ക് ന്യായീകരിച്ച് മെഴുകിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ കമൻറ്റായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നതെനിക്ക് ടാറ്റ ബൈ ബൈ.